സ്ത്രീകളും പുരുഷന്മാരും പ്രണയത്തിൽ എത്തിച്ചേരുന്നത് ഒരുപോലെയല്ല. സ്ത്രീകൾ അവരുടേതായ രീതിയിൽ പ്രണയിച്ചു തുടങ്ങുമ്പോഴും പുരുഷന്മാർ പ്രണയത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. പുരുഷന്മാർ പ്രണയത്തിൽ എത്തുന്ന ഘട്ടങ്ങൾ അറിയാത്തതുകൊണ്ട് തന്നെ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും പരസ്പരം ഉണ്ടാവുകയും ശരിക്ക് പ്രണയിച്ചു തുടങ്ങുന്നതിനു മുമ്പേ ആ പ്രണയം അവസാനിക്കുകയും ചെയ്യാറുണ്ട്. പൊതുവെ പുരുഷന്മാർ പ്രണയത്തിൽ വീഴുന്നതിനെ 5 ഘട്ടങ്ങളിലായിട്ട് പറയാൻ സാധിക്കും. ഇത് മനസ്സിലാക്കിയാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ലവ് സൈക്കോളജിയെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാകുകയും അതിനനുസരിച്ച് പെരുമാറാൻ പറ്റുന്നതുമാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. ഒരു പുരുഷൻ പ്രണയത്തിലെത്തുന്നതിൻ്റെ ആദ്യ ഘട്ടം ആദ്യ കാഴ്ചയിൽ തോന്നുന്ന ആകർഷണമാണ്. ആ ഒറ്റ നോട്ടത്തിൽ അവൻ പ്രണയത്തിലാകുന്നില്ല. ആ ആകർഷണം പതിയെ വിശ്വാസമായും അടുപ്പമായും ഒടുവിൽ പ്രണയവുമായും മാറും. ചിലത് രണ്ടാമത്തെ ദിവസം തന്നെ ആകർഷണമില്ലാതെയും തോന്നാം. ഈ ആകർഷണം സൗന്ദര്യത്തിൽ തോന്നാം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, സംസാര രീതി, ആത്മവിശ്വാസം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുതൽ. ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ അവൻ്റെ ശ്രദ്ധ പിടിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് അവന് അവളെ പറ്റിയിട്ട് കൂടുതലൊന്നും അറിയുന്നുണ്ടാകില്ല. എങ്കിലും തലച്ചോറിൽ ഡോപ്പമിൻ കൂടുതലായി പ്രവർത്തിക്കുകയും പുതിയതും സന്തോഷം നിറഞ്ഞതുമായ അനുഭവങ്ങളുമായി ഇത് മാറുകയും ചെയ്യുന്നതാണ്. ഒരു പുരുഷൻ പ്രണയത്തിലാകുന്നതിൻ്റെ രണ്ടാമത്തെ ഘട്ടം കൗതുകത്തിൻ്റെ ഘട്ടമാണ്. ഡോപ്പമിൻ്റെ സ്വാധീനം തുടരുമ്പോൾ അവളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം കൂടും. അവളുടെ സ്വഭാവം എങ്ങനെയാണ്, എന്താണ് ഇഷ്ടം, മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ അറിയാൻ നല്ല ക്യൂരിയോസിറ്റി ആയിരിക്കും. ഇവിടെയാണ് സൗന്ദര്യത്തിൽ നിന്ന് വ്യക്തിത്വത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. കാരണം ആദ്യഘട്ടത്തിലെ ആകർഷണം കണ്ണുകൾ സൃഷ്ടിക്കുന്നതാണ്, പക്ഷേ ഈ സ്റ്റേജിൽ കൗതുകം മനസ്സാണ് സൃഷ്ടിക്കുന്നത്. ഈ ഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത അവൻ അവൾക്കായി കാത്തിരിക്കുന്നുള്ളതാണ്. അവൾ ഉണ്ടാകുമെന്ന് തോന്നുന്ന സ്ഥലത്തെല്ലാം കാണാനായി എത്തിയിട്ടുണ്ടാകും. എന്നിട്ട് കണ്ട സമയത്തുണ്ടായതെല്ലാം വലിയ കഥയായി മനസ്സിൽ സൂക്ഷിക്കും. അപ്പോൾ ഉണ്ടായ കാര്യങ്ങളും സംസാരിച്ചതും പിന്നെയും പിന്നെയും ഓർത്ത് വളരെയധികം സന്തോഷമുണ്ടാക്കും. ഡോപ്പമിൻ എന്ന ഹോർമോണാണ് അവളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുത്തുന്നത്. ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴെല്ലാം ഇടയ്ക്കിടെ അവളെക്കുറിച്ചുള്ള ചിന്തകൾ വരും. ഈ സമയത്ത് നോറെപ്പിനെഫ്രിൻ എന്ന ഹോർമോണിൻ്റെ സ്വാധീനം വർദ്ധിക്കുകയും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുകയും ആവേശം അനുഭവപ്പെടുകയും ചെയ്യും. ഒരു പുരുഷൻ പ്രണയത്തിലാകുന്നതിൻ്റെ മൂന്നാമത്തെ ഘട്ടം വികാരപരമായ ബന്ധമാണ്, ഇമോഷണൽ കണക്ഷൻ. ഇത് പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ അവൻ അവളോട് സംസാരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തും. ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കും. അവൾ വിഷമിച്ചാൽ അത് അവനെ ബാധിക്കും. അവളുടെ സന്തോഷം കണ്ടാൽ അവനും സന്തോഷിക്കും. കാരണം ഈ ഘട്ടത്തിൽ അവൾ അവൻ്റെ ജീവിതത്തിലെ ഒരു വ്യക്തി മാത്രമല്ല, അവൻ്റെ വികാരങ്ങളുടെ ഭാഗമാകാൻ തുടങ്ങുകയാണ്. ഓക്സിറ്റോസിൻ ഈ ഘട്ടത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്നതിലൂടെയും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലൂടെയും പരസ്പര വിശ്വാസവും സുരക്ഷിതത്വവും ബന്ധത്തിൻ്റെ അടുപ്പവും വളരാൻ സഹായിക്കുന്നു. അവൾ സുരക്ഷിതമായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവളെ സഹായിക്കണമെന്ന ചിന്തയൊക്കെ ഉണ്ടായിത്തുടങ്ങും. ഒരു പുരുഷൻ യഥാർത്ഥത്തിൽ പ്രണയത്തിൽ വീണു എന്ന് പറയാൻ പറ്റുന്നത് ഈ സ്റ്റേജസ് എല്ലാം കടന്ന് അവസാനത്തേതായ ആത്മാർത്ഥമായ സ്നേഹം എന്ന ഘട്ടത്തിൽ എത്തുമ്പോഴാണ്. ഈ ഘട്ടത്തിൽ പ്രണയം വെറും ആകർഷണമല്ല, അത് ഉത്തരവാദിത്വവും ബഹുമാനവും പരസ്പര പിന്തുണയുമാണ്. ഈ സമയത്ത് ഹോർമോണുകൾക്ക് പങ്കുണ്ടെങ്കിലും ഈ ബന്ധത്തെ നിലനിർത്തുന്നത് വിശ്വാസം, ആശയവിനിമയം, ബഹുമാനം, ഒരുമിച്ച് വളരാനുള്ള മനസ്സ് എന്നിവയൊക്കെയാണ്. ഇപ്പോൾ അവൾ ജീവിതത്തിലെ ഒരു പ്രധാന വ്യക്തിയായി മാറുന്നു. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവളുടെ അഭിപ്രായവും വികാരങ്ങളും പരിഗണിക്കാൻ തുടങ്ങും. ഈ ഘട്ടത്തിൽ ആദ്യമുണ്ടായിരുന്ന ആവേശമെല്ലാം ശാന്തമാകുകയും അതിനു പകരം വിശ്വാസവും സ്ഥിരതയും വളരുകയും ചെയ്യും. ആരോഗ്യകരമായ പ്രണയബന്ധങ്ങൾ ഇങ്ങനെ ആഴത്തിലുള്ള ബന്ധങ്ങളായി മാറും. ഈ സ്റ്റേജിലാണ് യഥാർത്ഥത്തിൽ പ്രണയത്തിൽ വീണു എന്ന് പറയാൻ പറ്റുന്നത്. ഒരു പുരുഷൻ ശരിക്കും പ്രണയത്തിലാണോ എന്നറിയാൻ അവൻ പറയുന്ന വാക്കുകൾ മാത്രം നോക്കേണ്ടതില്ല. അവൻ്റെ പ്രവൃത്തികൾ, സ്ഥിരത, ബഹുമാനം, നിങ്ങളോടുള്ള പരിഗണന, അവയാണ് ഏറ്റവും വിശ്വസനീയമായ അടയാളങ്ങൾ. കാരണം യഥാർത്ഥ പ്രണയം തെളിയുന്നത് വികാരങ്ങളിൽ മാത്രമല്ല, ദിവസേന ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളിലാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.